ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ വിവേക ചൂടാമണിയിൽ 82 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. 83 മുതലാണ് ഇന്ന് പഠിക്കേണ്ടത്. അവസാനം പറഞ്ഞത് വിഷയാഖ്യഗ്രഹോയേന സുവിരക്ത്യസിനാഹതഃ സ ഗച്ഛതി ഭവാംബോധേ പാരം പ്രത്യൂഹവർജിത. വിഷയമെന്ന് പേരുള്ള ഗ്രഹം. ഗ്രഹശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. ഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ മുതല, അതുപോലെ കൊമ്പൻ സ്രാവ് എന്ന് സാമാന്യം. പിന്നെ ലോകപ്രസിദ്ധമായ ഗ്രഹം നമുക്കറിയാം, ഗ്രഹങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഏറ്റവും യുക്തമായ അർത്ഥം മുതല എന്നുള്ള അർത്ഥമാണ്. വിഷയമാകുന്ന മുതല യാതൊരാളാൽ സുവിരക്ത്യസിനാഹത. സുവിരക്തി നല്ല പോലെയുള്ള വിരക്തി. വിരക്തിയെ അവിടെ അസിയായിട്ട് കൽപ്പിച്ചു. അസി എന്ന് പറഞ്ഞാൽ വാള്, വിരക്തിയാകുന്ന വാള്. വിരക്തിയാകുന്ന വാളുകൊണ്ട് ആരാലാണോ വിഷയമാകുന്ന മുതല കൊല്ലപ്പെട്ടത്, സ ഗച്ഛതി, അവൻ പ്രാപിക്കുന്നു, അവൻ പോകുന്നു. എവിടേക്ക് പോകുന്നു? ഭവാംബോധേഹേ പാരം. അംഭോനിധി സമുദ്രം. ഭവസമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് എത്തുന്നു. സംശയമില്ല എന്ന് കാണിക്കാൻ പ്രത്യൂഹവർജിത, സംശയരഹിതമായിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, തുടർന്നാണ് ഇന്ന് പഠിക്കേണ്ടത്. നോക്കൂ. വിഷമവിഷയമാർഗൈർഗച്ഛതോ നച്ഛ ബുദ്ധേഃ പ്രതിപദമഭിയാതോ മൃത്യുരപ്യേഷ വിദ്ധി. ഇദസുജനഗുരുക്ത്യാ ഗച്ഛത സ്വസ്യ യുക്ത്യാ പ്രഭവതി ഫലസിദ്ധി സത്യമിത്യേവ വിദ്ധി. വിഷമവിഷയമാർഗൈർഗച്ഛതോ നച്ഛ ബുദ്ധേഃ പ്രതിപദമഭിയാതോ മൃത്യുരപ്യേഷ വിദ്ധി. ഹിതസുജനഗുരുക്ത്യാ ഗച്ഛത സ്വസ്യ യുക്ത്യാ പ്രഭവതി ഫലസിദ്ധി സത്യമിത്യേവ വിദ്ധി. വിഷമവിഷയമാർഗൈഃ ഗച്ഛതഃ അനച്ഛബുദ്ധേഃ പ്രതിപദം ഏഷഃ മൃത്യുഃ അപി അഭിയാതഃ വിദ്ധി. ആദ്യം പറയാണ് അനച്ഛബുദ്ധേഃ. അച്ഛബുദ്ധി എന്ന് പറഞ്ഞാൽ, അച്ഛം സാധാരണ നമ്മൾ മലയാളത്തിൽ പോലെ ഉപയോഗിക്കുന്ന ശബ്ദം അത്. സ്വച്ഛം എന്നൊക്കെ പറയാറുണ്ട്. സ്വച്ഛമായത് ഇല്ലേ, ശുദ്ധമായത്, തെളിഞ്ഞത് എന്നർത്ഥം. സു അധികം അച്ഛമാണ് സ്വച്ഛം. സു നല്ല പോലെ അച്ഛമായത് സ്വച്ഛം. അച്ഛം എന്ന് പറഞ്ഞാൽ ശുദ്ധമായത്. അച്ഛബുദ്ധി എന്ന് പറഞ്ഞാൽ ശുദ്ധബുദ്ധി. കുടിലത, വക്രത ഇല്ലാത്ത ബുദ്ധിയോടൊത്തവൻ. അങ്ങനെ അല്ലാത്തവൻ അനച്ഛബുദ്ധി എന്ന് വെച്ചാൽ എന്താ അർത്ഥം?
അശുദ്ധമായ ബുദ്ധിയോട് കൂടിയവൻ, എപ്പോഴും കലങ്ങി മറിഞ്ഞ ബുദ്ധിയോടൊത്തവൻ, തീർത്തും ശാന്തതയില്ലാതെ നിരന്തരം കലങ്ങി മറിഞ്ഞിരിക്കുന്ന ബുദ്ധി, ഒരല്പം പോലും ശാന്തതയില്ലാത്ത, അതാണ്. എത്രമാത്രം കലങ്ങി മറിഞ്ഞിരിക്കുന്നു, അത് ജലരാശിയിൽ അതിൻ്റെ ഇളക്കം കൊണ്ട്, ചലനം കൊണ്ട് ജലം കലങ്ങിയതാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കലങ്ങിയ വെള്ളമെന്ന് മനസ്സിലാവണമെങ്കിലും വേണമല്ലോ ഒരു ഇളക്കമില്ലാതിരിക്കുക. അപ്പം തീർത്തും ഇളകിക്കൊണ്ടേയിരിക്കുന്നതാണ്, ഒട്ടും ഏകാഗ്രതയില്ല ഒരു ഭാഗത്ത്. ഇനി മറ്റൊരു ഭാഗത്ത് ഏകാഗ്രത എന്നുള്ളതിൽ നിന്ന് ഭിന്നമായിട്ട് കുടിലതയോടുകൂടി അവനെ വഞ്ചിക്കണം, അവളെ വഞ്ചിക്കണം എന്നുള്ള ചിന്തയോടുകൂടി മാത്രമുള്ള ബുദ്ധി, അതാണ് അനച്ഛ ബുദ്ധി. അങ്ങനെ അനച്ഛ ബുദ്ധിയോടൊത്തവന് ആർക്ക്, വീണ്ടും പറയുന്നു, വിഷമ വിഷയമാർഗൈഹി ഗച്ഛതഃ. ഗച്ഛൻ എന്ന് പറഞ്ഞാൽ പോകുന്നവൻ, സഞ്ചരിക്കുന്നവൻ, ഗമിക്കുന്നവനാണ് ഗച്ഛൻ. ഗച്ഛന് അല്ലെങ്കിൽ ഗച്ഛൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ് ഗച്ഛതഃ എന്ന് പ്രയോഗിക്കുന്നത്. ഇപ്പം ഗച്ഛന് സഞ്ചരിക്കുന്നവന്, എവിടെ സഞ്ചരിക്കുന്നവന്? വിഷമ വിഷയമാർഗൈഹി, വിഷമമായ വിഷയമാർഗങ്ങളിലൂടെ. അവിടെ വിഷയമാർഗത്തെ വിഷമം എന്ന് വിശേഷിപ്പിച്ചു. വിഷമം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്, ഇല്ലേ? വിഷമം എപ്പോഴും പറയാറില്ല. എന്താ വിഷമം എന്ന് പറഞ്ഞാൽ? സമമല്ലാത്തത്. വിഷമം എന്ന് പറഞ്ഞാൽ സമമല്ലാത്തത്, ഏറ്റക്കുറച്ചിലോട് കൂടിയത്, അതാണ് വിഷമം. നല്ല സമമായത് സുഷമമാണ്, അതിന് നേരെ വിപരീതം, അതാണ് വിഷമം. ഈ അർത്ഥത്തിൽ തന്നെയല്ലേ പ്രയോഗിക്കാറ്? അതെ, അങ്ങനെ തന്നെയാണ്. മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു, ദുഃഖമുണ്ട്, അല്ലെങ്കിൽ വേദന ഉണ്ട്, ശാന്തതയില്ല, അപ്പോഴൊക്കെയാണ് നമ്മൾ വിഷമം എന്ന് പറയുക. വിഗത സമമായത്, ഒട്ടും സമമില്ലാത്ത, സമമല്ലാത്ത എന്നർത്ഥം. അപ്പം വിഷമമാകുന്ന വിഷയം, വിഷയങ്ങളെ അവിടെ വിഷമമായി പറഞ്ഞു. അനേക വിഷമമായിരിക്കുന്ന വിഷയങ്ങൾ, അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ പലതിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് സമഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ഓരോന്നിൻ്റെയും പിന്നാലെ നമ്മൾ പോയിട്ട് വിഷമകരമായ അവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ വിഷമ വിഷയമാർഗൈഹി, വിഷമമായ വിഷയമാർഗങ്ങളിലൂടെ ഗച്ഛതഃ സഞ്ചരിക്കുന്നവന്, ആർക്ക്? അനച്ഛ ബുദ്ധേഹേ, കുടിലമായ അശുദ്ധമായ കലങ്ങിയ ബുദ്ധിയോടുകൂടിയവന്, പ്രതിപദം ഓരോ കാൽവെപ്പിലും, ചൽ എപ്പോഴും അർത്ഥം, എപ്പോഴും, പ്രതിപദം എപ്പോഴും, ഓരോ കാൽവെപ്പിലും, അഭിയാതഃ കൂടെ ചേരുന്നു, കൂടെയുണ്ട്, ചെന്ന് ചേരുന്നു. ആര്? മൃത്യുഹു മരണം. ഏഷഃ മൃത്യുഹു, ഈ മരണം അവൻ്റെ കൂടെ സദാ ഉണ്ടെന്ന് വിദ്ധി, നീ മനസ്സിലാക്കിയാലും. ഇപ്പം ശിഷ്യനോട് നേരിട്ട് പറയുന്നത് കൊണ്ടാണ് വിദ്ധി എന്ന് പറഞ്ഞത്, നീ മനസ്സിലാക്കൂ. അപ്പം ഇവിടെ ആചാര്യൻ നമ്മൾ ഓരോരുത്തരോടും പറയുക, അങ്ങനെ നേർക്ക് പറയുന്നത് കൊണ്ടാണ് വിദ്ധി എന്ന് പറഞ്ഞത്. വിദ്ധി എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കൂ, നീ മനസ്സിലാക്കൂ. എന്താ മനസ്സിലാക്കണ്ടേ? അസ്വച്ഛ ബുദ്ധിയായി വിഷമകരങ്ങളായ വിഷയമാർഗങ്ങളിൽ ചരിക്കുന്നവന് സദാ മരണം കൂടെയുണ്ടെന്ന് നീ മനസ്സിലാക്കൂ. എന്താണ് മരണത്തെ ജയിക്കാനുള്ള ഉപായം എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ആൾക്ക് എപ്പോഴും മരണം കൂടെയുണ്ടെന്ന് മനസ്സിലാക്കൂ. എന്നാൽ അതിന് ആർക്കെങ്കിലും മോചനമുണ്ടോ? മോചനമുണ്ട്. ആർക്ക്? ഹിതസുജന ഗുരുക്തിയ, ഹിതസുജന ഗുരുക്തിയ. സുജനം, സജ്ജനം, സുഷ്ടു നല്ല എന്നുള്ള അർത്ഥത്തിലാണ്. സുജനം, നല്ല ജനം.
ജീവിതത്തിൽ നമുക്ക് നല്ല കൂട്ടുകാരുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത്. നല്ല കൂട്ടുകാരുണ്ടാവുക. സുജനം. ആ സുജനങ്ങൾ എന്ത് പറഞ്ഞിരുന്നു? ഹിതം. ഹിതം പറയുന്നു, അല്ലെങ്കിൽ ഹിതം ചെയ്യുന്നു. ഹിതത്തെ ഉപദേശിക്കുന്ന, ഹിതത്തെ പറഞ്ഞു തരുന്ന, ഹിതത്തെ ചെയ്യുന്ന സുജനങ്ങളുടെയും ഗുരുവിൻ്റെയും ഉക്തി കൊണ്ട്, ഉക്തി വാക്ക്, ഉക്തി വാക്ക്, അല്ലെങ്കിൽ നമുക്ക് ഹിതസുജനം ഗുരുവാണ്, അങ്ങനെയും പറയാം. ഒന്നുകിൽ ഹിതസുജനങ്ങളുടെയും ഗുരുവിൻ്റെയും വാക്കുകൊണ്ട് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഹിതസുജനമായ ഗുരു. അപ്പോൾ രണ്ട് രീതിയിലും പറയാം. ഒന്നുകിൽ ഹിതസുജനങ്ങളുടെയും ഗുരുവിൻ്റെയും ഉക്തി, അല്ലെങ്കിൽ ഹിതസുജനമായ ഗുരുവിൻ്റെ ഉക്തി, അല്ലെങ്കിൽ ഹിതസുജനങ്ങളായ ഗുരുക്കന്മാരുടെ ഉക്തി, അങ്ങനെയും പറയാം. എന്നാലും കുഴപ്പമില്ല. ഉക്തി ഏകവചനായാലും ഗുരു ബഹുവചനാവുന്നതിന് വിരോധമില്ല. അതുകൊണ്ട് നമ്മൾ സാമാന്യമായിട്ട് ഗുരു ശബ്ദത്തിന് അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നീ 3 തലത്തിലാണ് അർത്ഥം മനസ്സിലാക്കുക. സാമാന്യമായിട്ട് ഗുരു ശബ്ദത്തിന് ഗുരു എന്നുള്ളത് മുതിർന്ന ആരെയും പറയാം, മാർഗദർശികൾ ആരെയും പറയാം. എങ്കിലും പ്രധാനമായി ഗുരുശബ്ദാർത്ഥം വരുന്നത് അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നിവരാണ്. അമ്മയാണ് ഒന്നാമത്തെ ഗുരു, അനന്തരം അച്ഛൻ വരുന്നു, അനന്തരം ആചാര്യൻ വരുന്നു. അങ്ങനെയുള്ള ഹിതസുജനങ്ങളാകുന്ന ഗുരുക്കന്മാരും, അല്ലെങ്കിൽ ഹിതസുജനങ്ങളും ഗുരുവും, അഥവാ ഹിതസുജനങ്ങളും ഗുരുക്കന്മാരും, അവരുടെ ഉക്തി, അവരുടെ വാക്ക്, ആ വാക്കുകൊണ്ട് ഗച്ഛതഃ സഞ്ചരിക്കുന്നവൻ. രണ്ടുപേരും സഞ്ചരിക്കുന്നവർ തന്നെയാണ്. ആദ്യം പറഞ്ഞ ആൾ വിഷമ വിഷയ പഥൈഹി മാർഗൈഹി ഗച്ഛൻ ആണ്. ഇവിടെ പറയുന്നത് ഹിത സുജന ഗുരുക്തിയാ ഗച്ഛൻ. സുജനങ്ങളുടെയും ഗുരുക്കന്മാരുടെയും ഹിതോപദേശം കേട്ട് സഞ്ചരിക്കുന്നവൻ ജീവിതത്തിൽ. അങ്ങനെയുള്ള ആൾക്ക് അവിടെ വേറെ ഒന്നും കൂടി പറഞ്ഞു. സ്വസ്യ യുക്തിയാ, സ്വസ്യ തൻ്റെ, യുക്തിയാ യുക്തി കൊണ്ടും. ഗുരു പറഞ്ഞു, ശാസ്ത്രം പറഞ്ഞു, ശരിയാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. നമുക്ക് ശരീര, ഇന്ദ്രിയ, മനോബുദ്ധികളെല്ലാം നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ നമ്മുടെ യുക്തിയും പ്രയോഗിക്കണം. പക്ഷേ യുക്തി ആദ്യം പറഞ്ഞില്ല, യുക്തി രണ്ടാമതാ പറഞ്ഞത്. ശാസ്ത്രോപദേശം കേട്ട് നമ്മളിൽ വികസിതമാകുന്ന യുക്തിയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ യുക്തി ആദ്യം പറയേണ്ടിയിരുന്നു. യുക്തി ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പ്രമാണവിരുദ്ധമായിട്ടുള്ള യുക്തിയും സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ യുക്തിയെ ആദ്യം പറയാതെ രണ്ടാമത് പറഞ്ഞത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വൈദികമായ ചിന്താപദ്ധതി അനുസരിച്ച് ഒരിടത്ത് നമ്മുടെ യുക്തിയെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. അതാണ് സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹിമ. യുക്തി ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. എന്തിനേയും യുക്തിപൂർവ്വം വിശകലനം ചെയ്യാനുള്ള, വിമർശം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അധികാരം നമുക്കുണ്ട്. ഗീതോപദേശം മുഴുവൻ ചെയ്തിട്ട് ഭഗവാൻ അവസാനം പറയുന്നത് വിമർശയിത ദശേഷേണ യഥേച്ഛസി തഥാ കുരു എന്നാണ്. ഞാൻ പറഞ്ഞതിനെ മുഴുവൻ വിമർശം ചെയ്തിട്ട് വേണ്ടതുപോലെ ചെയ്തോളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ കണ്ണും പൂട്ടി ചെയ്യണം എന്നല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു തന്നു. അത് നിന്റെ തലത്തിലേക്കാക്കി മാറ്റി ഗ്രഹിക്കേണ്ടത് നീയാണ്. അതിന് യുക്തിപ്രയോഗം വേണം. നോക്കൂ, നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു ഹിതസുജന ഗുരുക്തിയ എന്നുള്ളിടത്ത് ഹിതസുജനങ്ങളുടെയും ഗുരുക്കന്മാരുടെയും എന്നർത്ഥം പറഞ്ഞു.
അഥവാ ഹിതസുജനങ്ങളായ ഗുരുക്കന്മാരുടെ അർത്ഥം പറഞ്ഞു. അർത്ഥങ്ങളൊക്കെ ഓർമ്മിക്കുക. അവിടെയൊക്കെ ബഹുവചനം പ്രയോഗിക്കാം. അങ്ങനെ ബഹുവചനം പ്രയോഗിക്കുമ്പോൾ 10 ഗുരുക്കന്മാർ ഒരേപോലെയാണോ നമുക്ക് പറഞ്ഞു തരിക? വേണ്ട. എന്തിനാ 10 എടുക്കണേ? 2 പേര് ഒരുപോലെയാണോ പറഞ്ഞു തരിക? അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഒരേ ആശയം, ഒരേ പ്രശ്നം 5 പേരോട് ചോദിച്ചാൽ 5 രീതിയിലാണ് മറുപടി പറഞ്ഞു തരിക. അതുകൊണ്ട് ഒരാളുടേത് ശരി, മറ്റ് 4 പേരുടേത് തെറ്റെന്ന് പറയരുത്. വ്യത്യസ്ത ദൃഷ്ടികളിലൂടെയാണ് അവർ പറഞ്ഞു തരുന്നത്. ശാസ്ത്രങ്ങളും ഇതുപോലെ തന്നെയാണ്. നൈകോ ഋഷിർ യസ്യ വചപ്രമാണം. യാതൊരാളുടെ വാക്ക് മാത്രം പ്രമാണമാണോ അങ്ങനെയുള്ള ഒരു ഋഷിയില്ല. അങ്ങനെ ഒരു ഋഷിയുടെ വാക്ക് മാത്രമേ പ്രമാണമുള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ മറ്റു മതങ്ങളെ പോലെ ആയിപ്പോവും. ഞങ്ങൾ പറയണത് മാത്രം ശരി എന്നാവും. ഒരിക്കലും പാടില്ല. അപ്പോൾ ഒരു വ്യക്തി പലരിൽ നിന്ന് കേൾക്കുന്നു, അഥവാ പലത് കേൾക്കുന്നു, അഥവാ പലത് പാരായണം ചെയ്യുന്നു. ഇവിടെയാണ് അവൻ്റെ യുക്തിയുടെ ആവശ്യം. ആ കേട്ടതിനെ വിചാരം ചെയ്ത് തൻ്റെ അറിവാക്കി മാറ്റാൻ സാധിക്കണം. ഒരു സൂത്രം എവിടെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാം. സൂത്രം ഇതാണ്: ബഹുശാസ്ത്ര ഗുരുപാസനേപി സാരാദാനം ഷഡ്പദവത്. ബഹുശാസ്ത്ര ഗുരുപാസനേപി സാരാദാനം ഷഡ്പദവത്. വിവേകാനന്ദ സ്വാമികൾ തൻ്റെ പ്രഭാഷണത്തിൽ പലപ്പോഴും ഈ സൂത്രം സമുദ്ധരിച്ചിട്ടുണ്ട്. ബഹുശാസ്ത്ര ഗുരുപാസനേപി, ബഹുശാസ്ത്രങ്ങളെയും ബഹുഗുരുക്കന്മാരെയും നിങ്ങൾ സമീപിക്കുന്നുവോ, ഉപാസിക്കുന്നുവോ? വേണ്ടെന്ന് പറഞ്ഞില്ല. ഒന്നുകൂടി പറയാം: ബഹുഗുരുക്കന്മാർ, അനേകം ഗുരുക്കന്മാർ, അനേക ശാസ്ത്രങ്ങളെ നിങ്ങൾ സമീപിക്കുന്നുവോ? എങ്കിൽ എന്ത് ചെയ്യണം? സാരാദാനം, സാരം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നാൽ ഒരു പ്രശ്നം വരില്ല. ഈ സാരം സ്വീകരിക്കാതെ വാക്കുകൾ സ്വീകരിക്കുമ്പോഴാണ് കടിപിടി ഉണ്ടാവുന്നത്. സാരാദാനം ഏതുപോലെ? ഷഡ്പദവത്, ഷഡ്പദത്തെ പോലെ. ഷഡ്പദം ഇവിടെ തേനീച്ച എന്നെടുക്കാം. തേനീച്ച. അപ്പം തേനീച്ച പല സ്ഥലത്ത് പോയിരിക്കും. കല്ലിലിരിക്കും, മണ്ണിലിരിക്കും, ഇലയിലിരിക്കും, വള്ളിയിലിരിക്കും, പൂവിലിരിക്കും, കായയിലിരിക്കും, ഒക്കെ ഇരിക്കും. എവിടെ വേണമെങ്കിലും ഇരിക്കും. പക്ഷേ ഒന്നും സ്വീകരിക്കില്ല. തേനീച്ച തേൻ മാത്രമേ സ്വീകരിക്കൂ. ഇനി ചോദിക്കട്ടെ, വാഴപ്പൂവിൻ്റെ തേനും ചെമ്പരത്തി പൂവിൻ്റെ തേനും റബ്ബർ പൂവിൻ്റെ തേനും പനിനീർ പൂവിൻ്റെ തേനും ഒരുപോലെയാണോ? അല്ല, 4 പോലെയാണ്. തീർത്തും ഭിന്നമാണ്. എന്നാൽ തേനീച്ചയ്ക്ക് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അതൊന്നായിത്തീരും. തേനീച്ചയ്ക്ക് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഇത് ഇന്ന പൂവിൻ്റെ തേൻ, ഇന്ന പൂവിൻ്റെ തേൻ എന്നുള്ള വ്യത്യാസമില്ല. അത് തേനീച്ചയുടെ തേനായി കഴിഞ്ഞു. ശർക്കര അടക്കം തേനീച്ചയുടെ തേനാവും, പിന്നെയല്ലേ? ഇല്ല, ശർക്കര പഞ്ചസാരയൊക്കെ കുറുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് തേനീച്ചയുടെ കൂടിൻ്റെ അടുത്ത്. നമ്മളത് തേനായിട്ടാണ് മേടിക്കണത്, ശർക്കരയായിട്ടല്ല. അപ്പോൾ ഇവിടെ വിവിധങ്ങളായ, വിവിധ ഗുണങ്ങളുള്ള, വിവിധ രുചികളുള്ള, വിവിധ ഗന്ധങ്ങളുള്ള തേനുകൾ തേനീച്ചയുടെ ഉള്ളിൽ പോയാൽ തൻ്റെ തേനായി മാറും. ഇതേപോലെ പല ഗുരുക്കന്മാരെടുത്തു നിന്ന് ശാസ്ത്രം കേൾക്കുമ്പോൾ, പല ഗ്രന്ഥങ്ങളിൽ നിന്ന് ശാസ്ത്രം പഠിക്കുമ്പോൾ അതിൻ്റെ സാരം മാത്രമേ എടുക്കാവൂ. 1, 2 അങ്ങനെ എടുത്താലും അതിൻ്റെ സാരം എടുക്കണം. അതിനെ തൻ്റെതാക്കി മാറ്റണം. തൻ്റെതാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ ദഹനക്കേട് വരും. നമ്മളൊരു സദ്യയ്ക്ക് പോയിട്ട് പലതരം കറികളുണ്ട്, പല വിഭവങ്ങളുണ്ട്. ഇതകത്ത് അതുപോലെ കിടന്നാലോ രോഗമായി, അജീർണം രോഗം വരും. അത് നമ്മുടേതായി മാറണം. ആദ്യം അത് ദഹിച്ച് ഒന്നാവണം. 2, അതിൽ നിന്ന് നമ്മൾ ശക്തി ആഗിരണം ചെയ്ത് വേണ്ടാത്തതൊക്കെ കളഞ്ഞു. വേണ്ടാത്തത് കളഞ്ഞു. ഈ വേണ്ടാത്തത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതാ.
എന്ന് നിങ്ങളെ അഭിപ്രായം? ഇപ്പോൾ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ നമ്മൾ സദ്യ കഴിച്ചു, ദഹിപ്പിച്ചത് ഒന്നാക്കി, അതിൽ നിന്ന് നമ്മൾ ശക്തി ആഗിരണം ചെയ്തു, വേണ്ടാത്ത കളഞ്ഞു എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടാത്തതെന്നേ അർത്ഥമുള്ളൂ. അത് വേറെ ജന്തുക്കൾ കഴിക്കും, അത് വേറെ ജന്തുക്കൾക്ക് പോഷകമാണ്. ഇനി അതുകൊണ്ട് പല പ്രയോജനങ്ങളും നമുക്കുണ്ട്. വളമാക്കി മാറ്റാം. ഇപ്പോൾ സസ്യങ്ങൾക്ക് അത് ഭക്ഷണമാകും, അതിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുന്ന കാര്യത്തിന് ഉപയോഗിക്കാം. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അപ്പം നമുക്കൊന്ന് വേണ്ട എന്നുള്ളത് കൊണ്ട് അത് പ്രയോജനരഹിതമാണെന്ന് പറഞ്ഞേക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ മറ്റൊരാൾക്ക് പ്രയോജനകരമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രം പഠിക്കുക, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പുറത്തേക്കാക്കുക, കഴിഞ്ഞു. ഇങ്ങനെ അനേക ഗുരുക്കന്മാരിൽ നിന്നും അനേക ശാസ്ത്രങ്ങളിൽ നിന്നും ശ്രവണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സാരം ഗ്രഹിക്കണം. ഈ സാരം ഗ്രഹിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് യുക്തിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ശ്രവണം കഴിഞ്ഞാൽ ഉടനെ മനനമാണ് വിധിക്കപ്പെട്ടത്. ശ്രവണത്തിൽ സമാപിക്കുന്നില്ല, ശ്രവണത്തിൽ ആരംഭിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മനനം എന്ന് പറയുമ്പോൾ കേട്ടതിനെക്കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് വിവിധ യുക്തികൾ ഉപയോഗിച്ച് വിചാരം ചെയ്യുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെയല്ല. അപ്പം നമ്മുടെ ഉള്ളിൽ പല പ്രശ്നങ്ങളും പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന പ്രശ്നങ്ങൾക്ക് ശ്രവണ മനനങ്ങളിലൂടെ തന്നെ ഉത്തരം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഹിതസുജന ഗുരുക്തിയോട് കൂടെ സ്വസ്യ യുക്തി പറഞ്ഞു, തൻ്റെ യുക്തി കൊണ്ട്. അവിടെ മറ്റൊരു പ്രധാന വിഷയം ഓർമ്മിക്കണം, തൻ്റെ യുക്തി ആദ്യം പറഞ്ഞിട്ടില്ല, ശ്രവണാനന്തരമേ പറഞ്ഞിട്ടുള്ളൂ. ശ്രവണാനന്തരമല്ലാതെ യുക്തി പറയാൻ പാടില്ല. ആ യുക്തി നമ്മളെ അപകടത്തിലെത്തിക്കും, നമ്മളെ നിഗമനങ്ങൾ തെറ്റിപ്പോകും. അങ്ങനെയുള്ള ശ്രവണം കൊണ്ടും യുക്തി കൊണ്ടും ഫലസിദ്ധി പ്രഭവതി, ഫലസിദ്ധി ഉണ്ടാവുന്നു. എന്താ ഫലസിദ്ധി? നേരത്തെ പറഞ്ഞു ദുഃഖനിവൃത്തി. ഈ അനന്തമായ സംസാരത്തിൻ്റെ മറുകരയ്ക്ക് എത്താൻ എന്താണ് ഉപായം എന്നൊക്കെയാണ് നേരത്തെ ചോദിച്ചത്. ആ ഫലസിദ്ധി ഉണ്ടാവുന്നു. ഫലസിദ്ധി പ്രഭവതി, ഫലസിദ്ധി പ്രഭവിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ് സത്യമിത്യേവ വിദ്ധി, ഇത് സത്യമാണെന്ന് നീ മനസ്സിലാക്കൂ, ഇത് സത്യമാണെന്ന് മനസ്സിലാക്കൂ. നോക്കണേ, ഗുരുനാഥൻ്റെ ഒരു കൃപയാണത്. ഗുരുനാഥനെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സത്യമിത്യേവ വിദ്ധി, ഞാൻ പറഞ്ഞ സത്യം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ശിഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് സാധാരണ ലൗകികനെ പോലെ പറയുകയാണ് ഗുരു, ഇത് ഞാൻ പറഞ്ഞത് സത്യമാട്ടോ, നീ മനസ്സിലായിക്കോളൂ, ഇത് സത്യമെന്ന് മനസ്സിലായിക്കോളൂ. അപ്പോൾ ശ്ലോകത്തിൻ്റെ മൊത്തം താല്പര്യം തീർത്തും വിഷമകരങ്ങളായ വിഷയമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവനും അശുദ്ധമായ ബുദ്ധിയോടൊത്തവനും നിർബന്ധമായും നിശ്ചയമായും മരണം കൂടെയുണ്ട്. എന്നാൽ ഹിതസുജന ഗുരുക്തിയാലും ശാസ്ത്രത്താലും സ്വന്തം യുക്തിയാലും സഞ്ചരിക്കുന്നവന് ഫലസിദ്ധി ഉണ്ടാവുന്നു. ഇത് സത്യമാണ്. ഇതാണ് താല്പര്യം. വ്യക്തമാണല്ലോ? നോക്കൂ, വിഷമവിഷയമാർഗൈർഗച്ഛതോ നച ബുദ്ധേ പ്രതിപദമഭിയാതോ മൃത്യുരപ്യേഷ വിദ്ധി. ഹിതസുജന ഗുരുക്ത്യാ ഗച്ഛത സ്വസ്യ യുക്ത്യാ പ്രഭവതി ഫലസിദ്ധി സത്യമിത്യേവ വിദ്ധി. മോക്ഷസ്യ കാംക്ഷാ യദി വൈ തവാസ്തി ത്യജാതി ദൂരാത് വിഷയാൻ വിഷം യഥാ പീയൂഷവത്തോഷലയാക്ഷമാർജവ പ്രശാന്തിദാന്തിർഭവജ നിത്യമാദരാത്. മോക്ഷസ്യ കാംക്ഷാ യദി വൈ തവാസ്തി ത്യജാതി ദൂരാത് വിഷയാൻ വിഷം യഥാ പീയൂഷവത്തോഷദയാക്ഷമാർജവ പ്രശാന്തിദാന്തിർഭജ നിത്യമാദരാത്. ഇപ്പോൾ ഇവിടെ എന്താണ് മോക്ഷമാർഗം എന്നാണ് ചോദിച്ചത്. എന്താണ് ദുഃഖനിവൃത്തിയിലേക്കുള്ള മാർഗം? എന്താണ് വീണ്ടും വീണ്ടും ജന്മങ്ങളുടെ ആവർത്തനം
അതിക്രമിക്കുന്നതിനുള്ള മാർഗം എന്നാണ് നേരത്തെ ചോദിച്ചത്. ആ ചോദിച്ചത് ശരിക്കും നീ ഇച്ഛിച്ച് തന്നെ ചോദിച്ചതാണോ? അതാണ് മോക്ഷസ്യ കാംക്ഷ യതിവൈതവാസ്തി. അവിടെയാണ് യതി. യതി തവ മോക്ഷസ്യ കാംക്ഷ അസ്തി. നിനക്ക് മോക്ഷത്തിൽ കാംക്ഷ ഉണ്ടെങ്കിൽ. അപ്പോൾ ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത് കാംക്ഷ ഉള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് ഗുരു പറയണത്, സത്യത്തിൽ ഉണ്ടോ, മോക്ഷത്തിലുള്ള കാംക്ഷ ഉണ്ടോ? അത് ചോദിക്കുക. ഈ ചോദ്യം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും. ഞാൻ മുമുക്ഷുവായിട്ടല്ലേ ഗുരുനാഥൻ്റെ അടുത്ത് പോയത്, എങ്ങനെയാണ് ഈ സംസാരത്തിൽ നിന്ന് മോചനം എന്നല്ലേ ചോദിച്ചത്. അതൊക്കെ ശരിയാ. അതൊക്കെ കേട്ട ശേഷം തന്നെയാണ് ഗുരു ചോദിക്കണത്, നിനക്ക് മോക്ഷത്തിൽ ശരിക്കും കാംക്ഷ ഉണ്ടോ, ശരിക്കും ആ ഇച്ഛ ഉണ്ടോ? അപ്പം നമ്മളെന്നെ ഒന്ന് ചിന്തിക്കും അല്ലേ. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കും, ഞാൻ മുമുക്ഷു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചോദ്യമാണത് യതി എന്നുള്ളത്. നിനക്ക് മോക്ഷത്തിൽ കാംക്ഷ ഉണ്ടെങ്കിൽ എന്ത് വേണം? ത്യജ അതിദൂരാത് വിഷയാൻ. വിഷയങ്ങളെ നീ അതിദൂരെ ത്യജിച്ചാലും. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ള പലതിൽ ഛിന്ന ഭിന്നമായി പോകുന്ന നിന്റെ വൃത്തികളെ നീ ത്യജിച്ചാലും. ഏതുപോലെ? വിഷം യഥാ, വിഷത്തെ എന്ന പോലെ. വിഷയാൻ വിഷം യഥാ തഥാ ത്യജ. വിഷയങ്ങളെ വിഷം എന്ന പോലെ ത്യജിച്ചാലും. അപ്പം പിന്നെ എന്ത് ഭജിക്കണം? പറയാണ് ഭജിച്ചാലും സേവിച്ചാലും സ്വീകരിച്ചാലും. എന്തിനെ? തോഷ ദയാ ക്ഷമാ ആർജവ പ്രശാന്തി പ്രശാന്തിയെയും ദാന്തിയെയും, ശമത്തെയും ദമത്തെയും. തോഷത്തെ സാധാരണ നമ്മൾ പറയാറുണ്ട് സന്തോഷം, ഇല്ലേ? സമപൂർവകമായ തോഷമാണ് സന്തോഷം. നല്ലപോലെയുള്ള തോഷം, തുഷ്ടി എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയാപ്പം പറയുക? അത് തന്നെ ഇല്ലേ? ദോഷത്തിന് എന്താ മലയാളത്തിൽ പറയുക? ദോഷം തന്നെ, അല്ലാണ്ട് എന്താ? സന്തോഷമായി നമ്മൾ പറയാറ്. അപ്പം ദോഷത്തെ നീ ഭജിച്ചാലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് എന്തെങ്കിലും കിട്ടിയാൽ ദോഷം ഉണ്ടാവും, കിട്ടിയിട്ടില്ലെങ്കിൽ ദോഷം ഉണ്ടാവില്ല എന്നാണ്. ഏതെങ്കിലും വസ്തുവിൻ്റെ ലബ്ധിയിലോ അലബ്ധിയിലോ അല്ല സന്തോഷം. സന്തോഷത്തെ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു സമ്പത്തായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. യോഗശാസ്ത്രത്തിൽ ഏറ്റവും പ്രാഥമികമായി ഒരു സാധകൻ ശീലിക്കേണ്ട 2 സമ്പദ് വിശേഷങ്ങളാണ് യമങ്ങളും നിയമങ്ങളും. പാലിക്കേണ്ടതാണ്. അത് പാലിച്ചുകൊണ്ട്, അതിനെ സമ്പാദിച്ചുകൊണ്ടാണ് ആസനം ചെയ്യാൻ ശാസ്ത്രം വിധിക്കുന്നത്. അതുകൊണ്ട് യമനിയമങ്ങൾക്ക് ശേഷമേ ആസനത്തെ പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഫീസ് അടച്ചാലാണ് ആസനത്തെ പറയണത്, അല്ലേ? അങ്ങനെയാണ്. അതെ, ആസനം കഴിഞ്ഞാലാണ് പ്രാണായാമം പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഫീസ് കൂടുതൽ അടച്ചാൽ ആദ്യം പ്രാണായാമമാവും, പിന്നെ ആസനമാവും. യമനിയമപൂർവകമാണ് ആസന പ്രാണായാമങ്ങൾ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. അവിടെ യമത്തെയും നിയമത്തെയും നമ്മൾ പാലിക്കേണ്ടതാണ്. അവ പാലിക്കേണ്ടുന്ന സമ്പത്തുകളാണ്. ആ നിയമങ്ങളിൽ സന്തോഷം, ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഈ 5 എണ്ണം ചേർന്നതിനാണ് നമ്മൾ നിയമം എന്ന് പറയുന്നത്. നിയമമാണ്.
നിയമേന പാലിക്കേണ്ടതാണ്. അതിലാണ് സന്തോഷം വരുന്നത്. അപ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഇത് പാലിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ ഇതെന്തെങ്കിലും ചെയ്ത് കിട്ടുന്നതല്ല. എന്തെങ്കിലും ചെയ്ത് കിട്ടുന്നതാണെങ്കിൽ അത് പാലിക്കേണ്ടതാണെന്ന് പറയില്ല. മറിച്ച് അത് നമ്മുടെ ഭാവമാണ്, നമ്മുടെ വീക്ഷണമാണ്. സന്തോഷം എന്നുള്ള സമ്പത്ത് കൈവശമുള്ള ആൾക്ക് എവിടെയും സന്തോഷം നേടാം. ഇല്ലെങ്കിൽ എന്ത് കിട്ടിയാലും സന്തോഷമാവില്ല. ഒരു വീട്ടിൽ പോയിട്ട് അരക്കപ്പ് ചായ തന്നപ്പോൾ രണ്ട് മനോഭാവം ഉണ്ടാവാം. എന്താ അത്, ഞാൻ വന്നിട്ട് അരക്കപ്പാണോ തന്നത്, എനിക്ക് ഇത്ര തന്നില്ലേ? ആദ്യം പറഞ്ഞതിൽ ഒരിക്കലും സംതൃപ്തി ഉണ്ടാവില്ല. രണ്ടാമത്തേൽ സന്തോഷമാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൻ്റെ ഈ ഒഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നവരാണ്. നിറഞ്ഞതിനെക്കുറിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാലോ ഇതൊക്കെ ഇല്ലേന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴും പുഞ്ചിരിച്ചും ചിരിച്ചു തന്നെ ഒരാൾ ചിരിച്ചുകൊണ്ടാണ്. അത് കൃത്രിമമായ ചിരിയായി തോന്നിയിട്ടില്ല, അല്ല ഉള്ളിൽ നിന്നുള്ള ചിരിയായിട്ട് തന്നെയാണ് തോന്നിയത്. അയാൾക്ക് രണ്ട് കണ്ണും കാണില്ല, രണ്ട് കണ്ണും കാണാത്ത ആളാണ്. എന്നല്ല, മറ്റു പല ക്ലേശങ്ങളും ദേഹത്തിനുണ്ട്. എല്ലായിടത്തും എത്തും, എല്ലായിടത്തും എത്തും. എവിടേക്ക് എത്തുക? ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞത്, എനിക്ക് ഈ സ്പർശം കൊണ്ട് അറിയാൻ കഴിയുന്നുണ്ടല്ലോ, അയാളുടെ കയ്യിലുള്ള വടി കൊണ്ട് അയാൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതിനുള്ള ശക്തി എനിക്ക് ഭഗവാൻ തന്നില്ലേ? ഞാൻ എത്ര ഭാഗ്യശാലിയാണ്, എത്ര ഭാഗ്യശാലിയാണ് ഞാൻ. എൻ്റെ വടിയുടെ അഗ്രം കൊണ്ട് ചെറുതായി ഒന്ന് തട്ടുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ എനിക്ക് മനസ്സിലാവണുണ്ട്, ഈ സ്പർശശക്തി എനിക്ക് തന്നില്ലേ ഭഗവാൻ, ഞാൻ എത്ര സമ്പന്നനാണ്. നമ്മൾ ഓരോരുത്തരും ആണെങ്കിൽ ചിന്തിച്ചു നോക്കൂ. കണ്ണിൻ്റെ കാഴ്ച 100 പോണ്ട, ചെറിയൊരു മങ്ങൽ വന്നാൽ തന്നെ ഇല്ലേ, കണ്ണിനൊരു ചെറിയ മങ്ങൽ വന്നാൽ തന്നെ നമ്മളെന്ത് പറയും? അയ്യോ പോയി, എൻ്റെ ജീവിതം പോയി, അതായി ഇതായി, സകലരെയും രാകും. ഇവിടെയാണ് ജീവിതത്തെ രണ്ട് ദൃഷ്ടിയിലൂടെ നോക്കിക്കാണാനുള്ള നമ്മുടെ കഴിവ്. എപ്പോഴും നമ്മൾ നിറഞ്ഞ ഭാഗത്തെ നോക്കിക്കാണും. എന്തൊക്കെ ഉണ്ട് നമുക്ക്, എന്തെല്ലാം ഉണ്ട്. മറ്റേ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. എപ്പോഴും പരാതികൾ പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അതില്ല, ഇതില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല. മറ്റുള്ളവരെ കുറിച്ച് പരാതി, ചുറ്റുപാടിനെ കുറിച്ച് പരാതി. ചക്കട മടലും ചക്കച്ചുറയും ചക്കക്കുരുവും ചക്കക്കൂഞ്ഞും ചമ്മന്തിക്കുവയൊന്നും കൊള്ളില്ല. പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചക്കേനെ കൊണ്ട് എന്തൊക്കെ പറ്റും? ചക്കേൻ്റെ ഏതെങ്കിലും ഭാഗം ഒഴിവാക്കാനുണ്ടോ? ചുള കഴിക്കാം, കൂഞ്ഞ് കഴിക്കാം, അതിനൊരു ഭാഗം ഒഴിവാക്കാനില്ല. കുരു കഴിക്കാം, ഒരു ഭാഗം ഒഴിവാക്കാനില്ല. ചക്ക അങ്ങനെ മുറിച്ചിട്ട് പിടിച്ചിട്ട് കഴിക്കാം. പക്ഷേ അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് കരയുകയാണ്. ചമ്മന്തി ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെ സാധനമുണ്ട്? നാളികേരമുണ്ട്, കരുവേപ്പിലുണ്ട്, പട്ടാണിക്കടലുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഒന്നുമില്ലെങ്കിൽ കരുവേപ്പിലയും പച്ചമുളകും കൂടി കൂട്ടിയാൽ തന്നെ ചമ്മന്തിയായി. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാതെ ഇല്ലാത്തതിനെക്കുറിച്ച് വിലപിക്കുന്നൊരു സ്വഭാവമാണ് ലോകത്തിൻ്റെത്. അതിനെയാണ് അവിടെ കുഞ്ഞുണ്ണി മാഷ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത്. താല്പര്യം, സന്തോഷം എന്നുള്ളത് പുറമേ നിന്ന് ലഭിക്കേണ്ടതല്ല, പുറമേ നിന്ന് ലഭിക്കുകയില്ല. അത് നമ്മുടെ ഒരു ദൃഷ്ടിയാണ്. എപ്പോഴും ഈ ലോകത്തിലൊരു കൃതജ്ഞത എന്നുള്ളതൊന്നുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഒരു ദിവസം താങ്ക്സ് ഗിവിങ് ഡേ അല്ല, ഒരു ദിവസം കൊടുക്കേണ്ടതല്ല. രാവിലെ ഉണരുമ്പം തന്നെ സന്തോഷം, നീ ഉണർന്നല്ലോ ഇല്ലേ എന്ന് ആലോചിച്ച് ഉണരണമെന്ന് വല്ല നിയമമുണ്ടോ? എന്നാലും ഉറങ്ങാൻ കിടന്നിട്ട് ഇന്ന് ഉണർന്നു എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഒന്നും വേണ്ട, നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കണത് എന്തൊരു അത്ഭുതം നോക്കൂ. മനുഷ്യൻ്റെ അതേ ആകൃതിയിൽ അതേ അളവിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ നിർത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. തലക്കനം കൊണ്ട് അപ്പം വീഴും. അതുകൊണ്ടാണ് നമ്മൾ ബോധം കെട്ടാൽ അപ്പം വീഴുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞു, വീഴാൻ വേണ്ടിയിട്ടാണ് സ്വാമി ബോധം കെടുന്നതെന്ന്. ബോധം കെട്ട് വീഴല്ല. കഴിഞ്ഞ ദിവസം ഈ ഹാളിൽ തന്നെയുള്ള ഒരാളും കൂടി ഉണ്ടായിരുന്നു നമ്മൾ ഒന്നിച്ച്. ഡോക്ടർ പറഞ്ഞു, സ്വാമി വീഴാനാണ് ബോധം കെട്ടുന്നത്, ബോധം കെട്ട് വീഴല്ല. എന്നാലേ തലയിലേക്കുള്ള രക്തം ശരിക്കും ഓടി ക്ലിയർ ആവുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഴണം അവിടെ. അപ്പോൾ നമ്മൾ പിടിച്ചെണീപ്പിക്കരുത് ബോധം കെട്ടാളെ. ബോധം കെട്ടാളെ സുഖമായിട്ട് കിടക്കാൻ അനുവാദം കൊടുക്കണം. അതെങ്കിലും നമ്മൾ അനുവദിക്കണം. അപ്പോഴത്തേക്ക് വീട്ടുകാരെ ഒട്ടുകൂടി വെള്ളം തെളിച്ച് എണീപ്പിച്ച് ഇരുത്തി കാപ്പി കൊടുത്ത്, എടാ കുറച്ചു നേരം കിടക്കട്ടെ, തലയിലേക്ക് രക്തം ഓടട്ടെ.
പറഞ്ഞൊരു താല്പര്യം, നമ്മൾ നിൽക്കണമെന്നുള്ളത് മഹാത്ഭുതമല്ലേ? ആലോചിച്ചു. അല്ല, ഇതിനേക്കാൾ അത്ഭുതമല്ലേ നടക്കണത്? കണ്ണ് പൂട്ടി തുറക്കണതോ മഹാത്ഭുതം, ചിരിക്കണതോ കരയണതോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ കണ്ട പരിപാടികളെല്ലാം ചെയ്യുമ്പോൾ ഈ പാവം ഒരു വിശ്രമമില്ലാണ്ട് നമ്മളെ ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുക. എന്ന് തുടങ്ങി പാവം പിടിക്കണത്? ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ട്രില്യൺ കണക്കിന് കോശങ്ങളുടെ നിലനിൽപ്പ് എന്തൊരു അനുഗ്രഹത്തിൻ്റെ ഫലമാണ്. ആരാ ഇതൊക്കെ നിശ്ചയിച്ച്? ആരാ ഇതിനെയൊക്കെ നിയമിക്കുന്നത്? ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. ശ്രീനാരായണ ഗുരുദേവൻ്റെ പിണ്ടനന്ദി ഒന്ന് വായിച്ചു നോക്കൂ. ഭ്രൂണം ശിവനോട് മഹാദേവനോട് കൃതജ്ഞത പറയുക. ചിലപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു എന്ന് വരും, നിന്നെ ഞാനാ പോറ്റി വലുതാക്കിയത്. ചില അമ്മമാരൊക്കെ പറയാറുണ്ട്, നിന്നെ പെറ്റ് പോറ്റി വലുതാക്കിയത് ഞാനാ, അത് ഓർമ്മിക്കണം. പിന്നെ നിനക്ക് പറയാനാവുമല്ലോ, പോറ്റാൻ ഒട്ടും ആവില്ല. പെറാനും ആവില്ല, പോറ്റാനും ആവില്ല. ആവുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞോളൂ. ഒരു ജീവകോശത്തെ നമുക്ക് വലുതാക്കാൻ പറ്റില്ല, പിന്നെയല്ലേ? ഒരു ജീവകോശത്തെ വലുതാക്കാൻ പറ്റില്ല, പിന്നെയല്ലേ ഒരു മനുഷ്യനെ വലുതാക്കണത്? വെറുതെ വിചാരിക്കുകയാണ്. എൻ്റെ അച്ഛൻ എന്നെ പ്രസവിച്ചപ്പോൾ ചിലർ വിചാരിക്കും ഇയാൾക്ക് വട്ട് മൂത്തോന്ന്. വട്ട് തുടങ്ങിയ നേരം വിചാരിക്കില്ലേ, വട്ട് മൂത്തോന്നേ വിചാരിക്കുള്ളൂ. മാറ്റി പറയാൻ തയ്യാറില്ല. അതുകൊണ്ട് പറയുന്നത്, എൻ്റെ അച്ഛൻ എന്നെ പ്രസവിച്ചപ്പോൾ എൻ്റെ കൂടെ ചുരുങ്ങിയത് ലക്ഷക്കണക്കിന് കൂട്ടുകാരുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന്. പക്ഷെ ഞാൻ മാത്രമാണ് അണ്ടത്തിലെത്തിയത്, അമ്മയുടെ അണ്ടത്തിലെത്തിയത്. എന്തുകൊണ്ട്? ഒരേ സമയത്തൊരു പുരുഷനിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന ബീജത്തിൽ, ശുക്ലത്തിൽ ലക്ഷക്കണക്കിന് ബീജങ്ങളുണ്ട്. എന്തുകൊണ്ട് ഞാൻ മാത്രം അമ്മയുടെ അണ്ടത്തിലെത്തി? അന്ന് ചിന്തിച്ചു. അയാൾ അച്ഛന് കൺട്രോൾ ഉണ്ടോ? അച്ഛൻ പറയും, ഞാനാ നിന്നെ ജനിപ്പിച്ചത്. അതെ, അച്ഛന് വല്ല കൺട്രോളുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല. കാരണം ലക്ഷക്കണക്കിന് ബീജത്തിൽ ഒന്നേ ഉള്ളൂ ചേരണത്, രണ്ട് ചേരുന്നില്ല, രണ്ടിന് ചേരാൻ കഴിയില്ല. അത് കഴിഞ്ഞ് അമ്മയുടെ ഉള്ളിൽ ഞാൻ കയറിപ്പറ്റി. തീർത്തും ജലമയമായൊരു സാഹചര്യത്തിൽ അധോമുഖമായിരിക്കുന്ന ഒരു പാത്രത്തിലാണ് ഞാൻ കിടക്കുന്നത്. അതിൻ്റെ മുഖം മുകളിലേക്കാണെങ്കിൽ തിരക്കേടില്ല, താഴേക്കാ മുഖം. ഞാനാണെച്ചാൽ ഭാരമുള്ളൊരു വസ്തു, ദിവസം തോറും എൻ്റെ ഭാരം കൂടിയതാ. പിന്നെ ഞാൻ എങ്ങനെയായാലും കിടന്നത്? ഇതുപോലൊരു പാത്രം ഉണ്ടാക്കിയിരുന്ന് കിടത്തി നോക്കൂ, കിടക്കില്ല, അപ്പം പുറത്തേക്ക് വീഴും, അപ്പം പുറത്തേക്ക് വീഴും. എന്തൊരു അത്ഭുതം എന്നാലോചിച്ച് നോക്കൂ. ആരാ എന്നെ സംരക്ഷിച്ചേ? ഒരു നിമിഷം ചിന്തിച്ചാൽ മതി. അപ്പം ആദ്യം നമുക്ക് ജീവിതത്തിൽ വേണ്ടത് കൃതജ്ഞതയാണ്. അമ്മയോട്, അച്ഛനോട്, ഈശ്വരനോട്, സമാജത്തോട്, മിത്രത്തോട്, ശത്രുവോട്, സകലരോട്. അവരെല്ലാമാണ് ഇന്ന് ഞാനുള്ള അവസ്ഥയിൽ എന്നെ എത്തിച്ചത്. കൃതജ്ഞത, താങ്ക്സ്. ഇത് പറയാൻ തന്നെ നമുക്ക് കുറച്ച് മടിയാണ്. എന്താണെന്നറിയില്ല, മലയാളികൾക്ക് കുറച്ച് അധികം മടിയാന്നാണ് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നുണ്ട്, അറിയില്ല. അത് പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ പൊതുവെ താങ്ക്സ് ഏറ്റവും കുറച്ച് പറയുന്ന വിഭാഗം മലയാളികളാണെന്ന് മനസ്സിലാവും. അതൊക്കെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പറച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് അതും ഇല്ല. എപ്പോഴും കൃതജ്ഞത ഉണ്ടാവുക. കൃതജ്ഞത ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും, ഉറപ്പ്. ദോഷം രണ്ട് പറയണത് ദയയെ ആശ്രയിക്കുക. ആരുടെയൊക്കെ ദയ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തിൻ്റെ അനേക ശക്തിവിശേഷങ്ങളുടെ ദയ കൊണ്ടാണ് ഞാൻ ജീവിക്കണേ, ഉറപ്പല്ലേ? അപ്പം എൻ്റെ അവശ്യ കർത്തവ്യമാണ് മറ്റുള്ളവരിൽ ഈ ദയാഭാവം എനിക്കുണ്ടാവുക. എൻ്റെ അവശ്യ കർത്തവ്യമാണ്. അനേകായിരം പ്രകൃതി ശക്തികളുടെ ദയ കൊണ്ട് ജീവിക്കുന്ന ഞാൻ എൻ്റെ ഓരോ നിമിഷവും ദയാവാനായിരിക്കണം. അപ്പം ഞാൻ ആത്യന്തികമായി ചിന്തിച്ചാൽ ദയ ചെയ്യാൻ ഞാനാരാ? ഈശ്വരനല്ലേ ദയാമൂർത്തി. ശരിയാണ്, ദയാലു ഈശ്വരനാണ്, ഞാനല്ല. എങ്കിൽ തന്നെയും എൻ്റെ അപേക്ഷയിൽ, അടിവരായിട്ട് മനസ്സിലാക്കുക, അപേക്ഷയിൽ ശക്തിരഹിതരായവരോട്, ദുർബലരായവരോട് എനിക്ക് ദയ ഉണ്ടാവുക. എന്നേക്കാൾ പ്രബലരായവരുടെ ദയക്ക് ഞാൻ പാത്രമാവുക. ഇത് വാങ്ങലും കൊടുക്കലും ഒരുപോലെ വേണം. ഈ ദോഷവും ദയയും രണ്ടും ശരിക്ക് ജീവിതത്തെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ദോഷ, ദയ, ക്ഷമ.
ക്ഷമ, ക്ഷമിക്കാനുള്ള കഴിവ്. ക്ഷമാശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ചെയ്യേണ്ടത് ചെയ്ത് കാത്തിരിക്കാനുള്ള സന്നദ്ധത ക്ഷമയാണ്. ക്ഷമാപൂർവം കാത്തിരിക്കണം. മറ്റൊന്ന്, നമ്മളോടൊരാൾ ഇങ്ങോട്ട് എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും അതിനെ ക്ഷമിക്കാനുള്ള കഴിവ്. ഓരോ നിമിഷവും നമ്മൾ ആർക്കൊക്കെ ഉപദ്രവം ചെയ്യുന്നുണ്ട്, എത്രമാത്രം പേരെ നമ്മൾ ദ്രോഹിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ. ആരെയൊക്കെ ദ്രോഹിച്ചു നമ്മൾ. ആദ്യം ദ്രോഹിക്കാൻ തുടങ്ങിയത് അമ്മയെ തന്നെയാണ്, ഇല്ലേ? അതെ, അവിടുന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്മ എന്നോട് ക്ഷമിച്ചു, അച്ഛൻ ക്ഷമിച്ചു. ഓരോരുത്തരായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ എന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഒന്ന് ജീവിതത്തിൽ നോക്കുക, ആരുടെയൊക്കെ ക്ഷമ ഞാൻ നേടിയിരിക്കുന്നു. എങ്കിൽ എന്നോട് എങ്ങനെ പെരുമാറുമ്പോഴും അങ്ങോട്ട് ക്ഷമിക്കുക. വലിയ സമ്പത്താണ് ക്ഷമ എന്നുള്ളത്. എത്ര നമ്മൾ ക്ഷമിക്കണോ അത്ര നമ്മൾ വലുതാവും. ക്ഷമ ദൗർബല്യമല്ല, ക്ഷമ ബലമാണ്. ദൗർബല്യമായി ക്ഷമ വേണ്ട. അപ്പോൾ ദോഷ, ദയാ, ക്ഷമ, ആർജവ, ഋജുഭാവം, ഋജുവായ ഭാവം, നേരെ പോകുന്നുള്ള വ്യവഹാര രീതി. അവനെ പറ്റിക്കണം അവളെ പറ്റിക്കണം എന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. എൻ്റെ ജീവിതത്തിലും നിൻ്റെ ജീവിതത്തിലും അംഗീകരിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുക, ആർജവം. തെറ്റ് വരാത്ത ആരും ലോകത്തിലില്ല. അപ്പോൾ അതിനെ അംഗീകരിക്കാനും ഋജുവായി വ്യവഹരിക്കാനും. തെക്കോട്ട് പോകാൻ നിൽക്കുമ്പോൾ വടക്കോട്ട് പോകാനാന്ന് പറയാതിരിക്കുക. ഒന്നും പറയാതിരിക്കാം, അതിന് വിരോധമില്ല. പക്ഷേ പുറത്തൊന്ന് കാണിച്ച് അകത്ത് വേറെ രീതിയിൽ ചതിക്കാൻ വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. അത് ആർജവം. പ്രശാന്തിയും ദാന്തിയും. ഇപ്പോൾ പ്രശാന്തഭാവമുള്ളവൻ, ദാന്തഭാവമുള്ളവൻ. പ്രകർഷേണ ശമിച്ച ഭാവമാണ് പ്രശാന്തഭാവം. ശമിച്ച ഭാവം, കല്ലങ്ങി മറിഞ്ഞ് പരക്കം പായുന്ന അവസ്ഥ മാറി പ്രകർഷേണ ശമിച്ചിരിക്കുന്ന അവസ്ഥ. അതുപോലെ ദമം, സഹജമായിരിക്കുന്ന ഭാവം. എപ്പോഴും മനോനിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് ശമശബ്ദത്തെ പറയാറ്. ഇന്ദ്രിയ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് ദമശബ്ദത്തെ പറയാറ്. അപ്പം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സ്വാധീനതയോടുകൂടി ജീവിക്കൂ. ഇതാണ് ശാന്തിയാവൂ ദാന്തിയാവൂ എന്ന് പറഞ്ഞ അർത്ഥം. ശാന്തി ദാന്തി, അതിൻ്റെ ദ്വിവചനായതുകൊണ്ടാണ് അവിടെ ദാന്തി എന്ന് പറഞ്ഞത്. അല്ല, ദാന്തി ദ്വിവചനായതുകൊണ്ടല്ല, ദമത്തോടൊത്തവൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. മനസ്സും ഇന്ദ്രിയങ്ങളും നിന്റെ നിയന്ത്രണത്തിലാവട്ടെ. എപ്പോഴും ശാന്തഭാവവും ദാന്തഭാവവും നിനക്കുണ്ടാവട്ടെ. ഇതിന് ഇത്രയും ഗുണത്തെ നീ ഭജിച്ചാലും എപ്പോൾ? നിത്യം, എപ്പോഴും. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വാക്ക് അവിടെ ആചാര്യൻ പറഞ്ഞു തരികയാണ്, ആദരാത്. നമുക്ക് നമ്മുടെ സാധനാവിശേഷങ്ങളിൽ, സാധനാ ജീവിതത്തിൽ അനിവാര്യമായ സമ്പത്തുക്കളെ നേടുന്നതിൽ, പരിപാലിക്കുന്നതിൽ ആദ്യമായിട്ട് വേണ്ട ഭാവമാണ് ആദരഭാവം. ചെയ്യുന്ന എല്ലാ സാധനകളിലും ആദരഭാവം ഉണ്ടാവുക. മലയാളത്തിൽ നമ്മൾ വളരെ തെറ്റായി ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. വളരെ തെറ്റായിട്ട് കുറേ വാക്കുകളുണ്ട്. പ്രാമാണികമായിട്ട് ആചാര്യന്മാർ ഉപയോഗിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ ഭാഷയുടെ അനേകാർത്ഥങ്ങൾ മനസ്സിലാക്കി പ്രയോഗിക്കുന്നവർ ഉപയോഗിച്ചെന്ന് വരില്ല. അല്ലാതെ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളിൽ പെട്ടതാണ്. ഒരു നിസ്സാരഭാവത്തോടു കൂടി ഗൗരവമില്ലാതെ ചെയ്യുന്നതിനെക്കുറിച്ച് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? അവനൊരു വഴിപാടായിട്ട് ചെയ്തു, കേട്ടില്ല? നേരെ തിരിച്ചല്ലേ അത്. ഏറ്റവും ശ്രദ്ധയോടുകൂടി, ഏറ്റവും ഗൗരവബുദ്ധിയോടുകൂടി ചെയ്യേണ്ടതല്ലേ വഴിപാടുകൾ? അല്ല, എന്താ നിങ്ങളുടെ അഭിപ്രായം? പക്ഷെ വിപരീതാർത്ഥത്തിലാണ് പറയും, അവനതൊക്കെ ഒരു വഴിപാടായിട്ട് ചെയ്തു, ശ്രദ്ധ ഇല്ലാണ്ട് ചെയ്തു, ആർക്കാനും വേണ്ടി ചെയ്തു എന്ന്. ആ അർത്ഥം നേരെ തിരിച്ചാ. ഇങ്ങനെ കുറേ തെറ്റായ വാക്കുകളുണ്ട്.
അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞപ്പോൾ വിഷയം മാറിപ്പോയി. നമ്മളെങ്കിലും തെറ്റായ വാക്ക് ഉപയോഗിക്കരുത്. ഒരു നിങ്ങൾ കേട്ടില്ലേ, ചെറ്റത്തരം പറഞ്ഞു കേട്ടില്ലേ? ഇല്ല, പറയാൻ പാടുണ്ടോ? എന്നാൽ നിങ്ങളെ അഭിപ്രായം? ചെറ്റയിൽ ജീവിക്കുന്നവർ മോശക്കാരാ? ചെറ്റയിൽ ജീവിക്കുന്ന സംസ്കാരമില്ലാത്തവരാ? ആണോ? എന്താ അഭിപ്രായം? ആണോ? ഒരിക്കലുമല്ല. പക്ഷേ ചില സമ്പന്നന്മാർ അങ്ങനെ വിചാരിച്ചു, ഞങ്ങളൊക്കെ വലിയ വലിയ വീടുകളിലാണ്, ഞങ്ങളിതാ മഹിമയുള്ളവരാണ്, ചെറ്റകൂത്തി താമസിക്കുന്നവരൊക്കെ മോശക്കാരാണ്, സംസ്കാരമില്ലാത്തവരാണ്. അതുകൊണ്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ മോശം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാതെ തെറ്റ് അങ്ങനെ പ്രയോഗിക്കരുത്. ഒരിക്കലും നമ്മളെ വായെന്ന വാക്ക് വരരുത്. കാരണം സമ്പത്തിൻ്റെ അപേക്ഷയിലല്ല സംസ്കാരം. പാവപ്പെട്ടവരായിപ്പോയി, അവർക്ക് വീടില്ല, അവർ ചെറ്റയിലാണ് താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർ മോശക്കാരാ? ദയവീത് നമ്മളെങ്കിലും അങ്ങനത്തെ വാക്കുകൾ പറയരുതേ, വായെന്ന് വരരുത്. ഇതുപോലെ പല വാക്കുമുണ്ട്. തറയാവെന്ന് പറയും, ഒരിക്കലും പറയരുത്. തറയിൽ ജീവിക്കുന്നവർ മോശക്കാരാ? കണക്കത്തറ, പുലയത്തറ എന്ന് പറഞ്ഞിട്ട് പല തറകളുണ്ട്. ഇപ്പോൾ വലിയ തറവാട്ടുകാരെ വിചാരം അത്തറ മോശമെന്ന. അതുകൊണ്ട് ബോധപൂർവം തറവാട്ടുകാരെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ വലിയ അഢ്യന്മാർ, ഞങ്ങൾ വലിയ കേമന്മാർ, അവരൊക്കെ മഹാ തറയാന്ന്. തറക്കാർ മോശ? ഇതൊക്കെ ഭാഷയിലെ ചില വൈകല്യങ്ങളാണ്. അതിരിക്കട്ടെ, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളെങ്കിലും ശുദ്ധമായി ഭാഷ പ്രയോഗിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളെ ഭാഷയിൽ തെറ്റ് വരരുത്. അറിയാണ്ട് വന്നു പോയി, കുഴപ്പമില്ല. അറിയാണ്ട് ഇപ്പോൾ തെറ്റ് വരാത്തവരാരാ ഉള്ളത്? അത് ശ്രദ്ധിക്കണം. അപ്പോൾ ആദരപൂർവം വഴിപാടൊക്കെ ഏറ്റവും ആദരപൂർവ്വം ചെയ്യേണ്ടതാണ്. ഏത് സാധനാവിശേഷത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും ആദരപൂർവ്വം ചെയ്യേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്നത് ആദരപൂർവ്വമായിരിക്കണം. വെള്ളം കുടിക്കുന്നത് ആദരപൂർവ്വമായിരിക്കണം. ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് ആദരപൂർവ്വമാവും. ആദരപൂർവ്വം ശ്വാസോച്ഛ്വാസം ചെയ്താൽ അത് പ്രാണായാമമായി. അതെ, ആദരപൂർവ്വം വെള്ളം കൊടുക്കുമ്പോൾ അത് ഭഗവാന് സമർപ്പിക്കുന്നതായി. ആദരപൂർവ്വം ഭക്ഷണം കഴിക്കുമ്പോൾ ഭഗവാന് സമർപ്പിക്കുന്നതായി. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും എല്ലാത്തിലും ആദരവ് വേണം. ഏതായാലും ഇവിടെ സാധനാവിശേഷങ്ങളിൽ ആദരവ് വേണം. അപ്പം എന്താ പറഞ്ഞത്? നിനക്ക് മോക്ഷത്തിൽ ശരിക്ക് കാംക്ഷയുണ്ടെങ്കിൽ വിഷം പോലെ വിഷയങ്ങളെ ദൂരെ കളഞ്ഞോളൂ. അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. പീയൂഷവത്, പീയൂഷം അമൃതം, അമൃതം പോലെ, അമൃതത്തെ സേവിക്കുന്നത് പോലെ തോഷം, ദയ, ക്ഷമ, ആർജവം, പ്രശാന്തി, ദാന്തി എന്നിവയെ ഭജിച്ചാലും. എങ്ങനെ ഭജിച്ചാലും? ആദരപൂർവം. എപ്പോൾ? നിത്യം. ഇതാണ് ഉപദേശം. നോക്കൂ, മോക്ഷസ്യ കാംക്ഷ യദി വൈ തവാസ്തി ത്യജാതി ദൂരാത് വിഷയാൻ വിഷം യഥാ പീയൂഷവത്തോഷദയ ക്ഷമാർജവ പ്രശാന്തി ദാന്തിർഭജ നിത്യമാദരാത്. ഇത് ശ്രദ്ധിക്കണേ. വേദാന്ത വിചാരത്തിൽ പ്രാഥമിക തലത്തിലുള്ള വിവേക, വൈരാഗ്യ, ശമാധി, ഷഡ്ക, മുമുക്ഷുത്വാദി വിഷയങ്ങളെ ചിന്തിക്കുന്ന ഭാഗമാണ്. ക്രമികമായി വേദാന്തത്തിൻ്റെ സൂക്ഷ്മ വിചാരത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പഠനം. നമ്മൾ ഓരോരുത്തരും നമുക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പഠിക്കണം. അവനവൻ്റെ അവസ്ഥയ്ക്ക് അനുരൂപമായിട്ട് എടുക്കണം. കാരണം ഇവിടെ ഈ സംശയം ചോദിച്ച ശിഷ്യൻ്റെ അവസ്ഥയിലായിരിക്കില്ല നമ്മളെല്ലാവരും. വ്യക്തമാണല്ലോ പറഞ്ഞേ. അപ്പോൾ ഈ അവസ്ഥയിലുള്ള ശിഷ്യനോടാണ് ഉപദേശിക്കുന്നത്. നമ്മളതിൽ നിന്ന് വേണ്ടത് എടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഒരു വിഷയമാണ്. പണ്ട് നമ്മളെന്നെ അവിടെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ല കേട്ടോ, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് വേദാന്തം പഠിക്കണമെന്ന് വലിയ താല്പര്യത്തോടു കൂടി ഒരു ഗ്രൂപ്പ് വന്നു.
ചിദാനന്ദപുരസ്വാമി എന്നെ വേണം. ശരി, എന്താ വേണ്ടോ? നമുക്ക് ഗീതയോ? ഗീത വലുതല്ലേ, അത് പതുക്കെ തുടങ്ങാം. നമുക്ക് വേറെ ചെറിയ പ്രകരണങ്ങൾ വലുതാവാം. അപ്പോൾ ചെറിയ പ്രകരണം പോരാ, വലുത് തന്നെ വേണമെന്നാണ്. പിന്നെ ഇപ്പോൾ ഏതാ വേണ്ടു? ഇപ്പോൾ ശങ്കരാചാര്യ രീതിയിൽ ഏറ്റവും വലുതേതാ? സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹണം. എന്നാൽ അത് തന്നെ വേണമെന്നായി. നോക്കണേ, അത് വേണോ തുടക്കത്തിൽ? പതുക്കെ പോരെ? അല്ല, അത് തന്നെ വേണം. അപ്പം അതിൽ തുടക്കത്തിൽ തന്നെ അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം എന്നുള്ളത് ചിന്തിച്ചിട്ട് അധികാരി നിരൂപണത്തിൽ വിവേകം കഴിഞ്ഞ് വൈരാഗ്യം എന്നുള്ളിടത്ത് എത്തുമ്പോൾ വിരക്തിജനകമായിട്ട് പച്ചയായിട്ട് വിഷയങ്ങളെ വർണ്ണിക്കുന്ന ഭാഗമുണ്ട്. ഒരു വളച്ചുകെട്ടലും ഇല്ലാതെ, ഒരു മറച്ചു വയ്ക്കലും ഇല്ലാതെ വിഷയങ്ങളെ വർണ്ണിക്കുന്ന ഭാഗമുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ ക്ലാസ് വേണം എന്നൊക്കെ വലിയ ഉത്സാഹത്തിൽ പറഞ്ഞ ആൾക്ക് തന്നെ കുറച്ചൊരു വിഷമായി തുടങ്ങി. അല്ല, അതൊക്കെ അത്രയ്ക്ക് ഇങ്ങനെ പറയണോ സ്വാമി? ഇങ്ങനെ വേണോ? എന്താ കുഴപ്പം? അല്ല, മക്കളൊക്കെ കേട്ടിരിക്കണില്ലേ? അത് കല്യാണത്തിനൊക്കെ സമ്മതിച്ചിട്ടില്ല വെച്ചാൽ എന്താവും? അല്ല, അതൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് നിർത്തിക്കൂടെ? അതാ നല്ലത്. അതെ, സത്യമായിട്ടും നമുക്ക് വേറെ ഏതെങ്കിലും വിഷയം നമുക്ക് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, തൽക്കാലം നമുക്ക് നിർത്താം. നിർത്തി, ആ ക്ലാസ് നിർത്തി. കഥയല്ല പറയണത്, ഉള്ള പോലെ പറയുക. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ആ മകൾക്കൊരു കുഞ്ഞായി. ഇപ്പം അദ്ദേഹം പിന്നെ സ്വാമിജി, നമുക്ക് ആ നിർത്തിയ വേദാന്ത ക്ലാസ്സൊക്കെ ഒന്നും കൂടി തുടങ്ങേണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, നാട്ടിൽ ഇനിയും പെൺകുട്ടികളുണ്ടാവും. അവരുടെ അച്ഛനമ്മമാർക്ക് അവരുടെ മകള് വിവാഹത്തിന് തയ്യാറാവാതിരിക്കുമോ എന്നുള്ള ഭയമുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ വേദാന്തം തൽക്കാലം കുറച്ച് കാലത്തേക്ക് വേണ്ട. അതെ, സത്യമാണ്, തന്നെയാണ് പറഞ്ഞത്. നോക്കണേ, അയാളുടെ മോളെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നാൽ ഇനി വേദാന്താവാം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. പുഴയാളാശ്രമമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്. അയാൾ സ്ഥിരാശ്രമത്തിൽ വരുന്ന ആളാണ്. പേരൊന്നും പറയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വേണ്ടത് എടുത്താൽ മതി. നമുക്ക് അതാണ് യുക്തിയാന്ന് നേരത്തെ പറഞ്ഞു. നമ്മളെ യുക്തിക്കനുസരിച്ച് വേണ്ടത് എടുക്കുക, വേണ്ടാത്തത് തെറ്റാന്ന് പറയരുത്. അത് വേണ്ടവർക്ക് അവർ കേട്ടോട്ടെ. അല്ലെങ്കിൽ ആരെങ്കിലും കയറിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ ഇവിടെ ഇരുത്തണ്ടോ. ഇവിടെ അങ്ങനെ എവിടെയാ, ഏത് വാട്സപ്പിലാണ് അറിയിച്ച് ഇങ്ങനെ ക്ലാസ് ഉണ്ട്, വന്നോളൂ. സ്വന്തം ഇഷ്ടത്തിന് വന്നതാ, അത്രയേ ഉള്ളൂ. കാരണം എല്ലാം എല്ലാവർക്കും ദഹിക്കില്ല, രുചിക്കില്ല, ഇഷ്ടപ്പെടില്ല. ഇത്രക്കൊക്കെ വേണോ എന്നുള്ള ചിന്ത ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി. അനുക്ഷണം പരിഹൃത്യ കൃത്യം അനാദ്യ വിദ്യാകൃതബന്ധമോക്ഷണം ദേഹപരാർത്ഥോയമമുഷ്യ പോഷണേ യസജ്ജതേ സ്വമനേന ഹന്തി. അനുക്ഷണം പരിഹൃത്യ കൃത്യം അനാദ്യ വിദ്യാകൃതബന്ധമോക്ഷണം ദേഹപരാർത്ഥോയമമുഷ്യ പോഷണേ യസജ്ജതേ സ്വമനേന ഹന്തി. ഇവിടെ ഈ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓർമ്മ വരുന്നൊരു വേറൊരു ദൃഷ്ടാന്തം പറയാം. നമ്മളെ സംബന്ധിക്കുന്നതല്ല, നമ്മളെ ജീവിതത്തിൽ ഉണ്ടായതുമല്ല. വേറൊരു സന്യാസി ശ്രേഷ്ഠൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം സന്യസിച്ചു. വളരെ വലിയ ലോകപ്രസിദ്ധനായി, വലിയ പ്രസിദ്ധി നേടി. അങ്ങനെ വന്നപ്പോൾ ആ പ്രസിദ്ധിയൊക്കെ കൈവന്നതിന് ശേഷമുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം ഏർപ്പെടുത്തിയ ആൾക്കാർ. വലിയ സ്വീകരണം, സ്വാഗതം, സ്വാമിക്ക് സ്വീകരണ യോഗം. അപ്പോൾ സ്വീകരണ യോഗം ആകുമ്പോൾ ഒരുപാട് പ്രസംഗങ്ങളുണ്ടാവും. സ്വാഗതം, അധ്യക്ഷൻ, ആശംസ, ആശംസ, ആശംസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വാക്കുശലന്മാരാരാണോ അവരെയൊക്കെയാണ് പ്രസംഗിക്കാൻ വിളിക്കുക. അപ്പം എല്ലാവരും സ്വാമിയുടെ ത്യാഗത്തെക്കുറിച്ചാണ് വാഴ്ത്തുന്നത്. എന്തൊരു മഹാത്യാഗി ഇല്ലേ, എന്തൊരു ത്യാഗമാണത്. കാരണം സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ്സായിട്ട് പഠിച്ച കുട്ടിയാണ്, കോളേജിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ കുട്ടിയാണ്. എന്നിട്ട് ജീവിതത്തിൻ്റെ ലൗകികമായ ഒന്നും വേണ്ടാന്നും പറഞ്ഞിട്ട്
എല്ലാത്തിനെയും ഉപേക്ഷിച്ച് സന്യാസമാർഗത്ത് പോയിരിക്കുകയാണ്. ഇത്ര വലിയ ത്യാഗി ആരാളുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സ്വാമി എല്ലാം കേട്ടുകൊണ്ടിരുന്നു. സ്വാമിയുടെ പ്രഭാഷണം ഒടുവിലാണ് സ്വാമി പറഞ്ഞു, മഹാത്യാഗികളുടെ മുമ്പിൽ ഞാൻ ഒരു ത്യാഗവും ചെയ്തിട്ടില്ല, ഞാനൊരു ത്യാഗിയുമല്ല. എൻ്റെ മുന്നിലുള്ള ഭൂരിഭാഗവും മഹാത്യാഗികളാണ്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ആകെ കൂടിയുള്ള വിശേഷം അവൻ്റെ വിശേഷ ബുദ്ധിയാണ്. ആ വിശേഷ ബുദ്ധിയിലൂടെ അറിയേണ്ടതിനെ അറിയാൻ വേണ്ടി ജീവിക്കുക, അതാണ് നമ്മൾ വേണ്ടത്. അതിനെ മുഴുവൻ ത്യജിച്ച്, അല്ലേ, എന്താണോ നമുക്ക് വിശേഷമായിട്ടുള്ള കഴിവ്, സിദ്ധി, അതിനെ മുഴുവൻ ത്യജിച്ച് മറ്റെല്ലാ ജന്തുക്കളെ പോലെയും കഴിയുകയാണ്. അതല്ല ഏറ്റവും വലിയ ത്യാഗം. ഞാനങ്ങനെ ഒരു ത്യാഗവും ചെയ്തിട്ടില്ല, യാതൊരു ത്യാഗവും ചെയ്തിട്ടില്ല. ഇതിവിടെ സാന്ദർഭികമായി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കുള്ള കൃത്യമുണ്ട്, ഒരു കൃത്യം എന്ന് പറഞ്ഞാൽ അതാ കൃത്യം ചെയ്യേണ്ടത്, കർത്തവ്യം. കർത്തവ്യം, കരണീയം എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ അർത്ഥമാണ്, പ്രത്യയത്തിന് മാത്രമേ മാറ്റുള്ളൂ. കൃത്യം ചെയ്യേണ്ടത്. അപ്പം കൃത്യം ചെയ്യേണ്ടതുണ്ട്. അതെന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? മനുഷ്യൻ പറയാണ്, അനാദ്യ അവിദ്യാകൃതബന്ധമോക്ഷണം കൃത്യം. അനാദിയായിരിക്കുന്ന അവിദ്യ, അജ്ഞാനം കാരണമായി ഉണ്ടായ ബന്ധത്തെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൃത്യം. ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിക്കുക എന്നുള്ളതാണ് കൃത്യം. വ്യക്തമാണല്ലോ. അനാദ്യ അവിദ്യാകൃത ബന്ധമോക്ഷണമാണ് കൃത്യം. അനാദ്യ അവിദ്യാകൃത ബന്ധമോക്ഷണം എന്ന് പറയുന്നത് എന്താ അർത്ഥം? അനാദിയായ അവിദ്യയാൽ, അജ്ഞാനത്താൽ ചെയ്യപ്പെട്ട ബന്ധത്തെ മോചിപ്പിക്കുക, ഇല്ലാതാക്കുക, സംസാരത്തിൽ നിന്ന് മുക്തി നേടുക. അതാണ് കൃത്യം. ഈ കൃത്യം ഇതാണ് ചെയ്യേണ്ടത്. അതിനെ പരിഹൃത്യ മാറ്റിവെച്ചിട്ട്, കൃത്യത്തെ മാറ്റി, ചെയ്യേണ്ടതിനെ മാറ്റി. എപ്പോൾ? അനുക്ഷണം, നിരന്തരമായിട്ട് ക്ഷണം തോറും ചെയ്യേണ്ടത് മാറ്റിവെച്ചു. എന്താ ചെയ്യേണ്ടത്? ഈ സംസാരബന്ധനത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി പണിയെടുക്കുക വേണ്ടത് നമ്മൾ. അത് മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. ദേഹ പരാർത്ഥ, വേറൊരുത്തന് വേണ്ടിയിട്ടുള്ളതാണ് ദേഹം. പരാർത്ഥ ദേഹ, പരാർത്ഥമാണ് ദേഹം. ഒരു ചുരുങ്ങിയ കാലം നമ്മൾ ഇരിക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. ചുരുങ്ങിയൊരു കാലം ഇരിക്കുന്നുണ്ട് നമ്മളിതിൽ, ഇല്ലേ? അല്ല, വലിയ കാലം ഇരിക്കുന്നുണ്ട്. എന്താ അഭിപ്രായം? ഒരു ചുരുങ്ങിയൊരു കാലം, ഏറി വന്നാൽ 100 കൊല്ലം, അതിൽ കൂടുതലൊന്നുമില്ല. ആരൊക്കെ ഇരിക്കണ്ടേ? ഒരാൾ ഇരിക്കേണ്ട ദേഹത്തിൽ. ട്രില്യൺ കണക്കിന് ജീവികളുണ്ട് ഈ ശരീരത്തിൽ, അകത്തും പുറത്തുമായിട്ട്. ബില്യൺ കണക്കിനല്ല, കോടാനുകോടി സൂക്ഷ്മ ജന്തുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടുണ്ട്. നമ്മളെ മുഖത്ത്, നമ്മളെ കണ്ണിൽ, നമ്മുടെ മൂക്കിൽ, നമ്മുടെ ചെവിയിൽ, നമ്മുടെ തൊലി മുഴുവൻ വ്യാപിച്ചിട്ട് പത്നിയും കുട്ടികളും കുടുംബവും മക്കളും എല്ലാമായിട്ട് കഴിയാണ് അവർ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ ഏതെങ്കിലും ഒരു ഭാഗം പരിശോധിച്ചാൽ അത്ഭുതപ്പെടുന്ന പറയണത്. ശത്രുക്കളും മിത്രങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ട് ഈ ദേഹത്ത് തന്നെ. നീ അകത്തു പോയാലോ എന്താ കഥ? അപ്പം നമ്മൾ പറയുകയാണ് ഇത് എൻ്റെതാണ്. അവരൊക്കെ എന്ത് പറയും? ഇതെൻ്റെതാണ്. ഏതാ ശരി? എന്താ അഭിപ്രായം? ഞാൻ ടിക്കറ്റ് എടുത്ത് വണ്ടി കയറി, എൻ്റെ വണ്ടി കിട്ടിയിട്ടോ എന്ന് പറയും, ഇല്ലേ? എനിക്ക് വണ്ടി കിട്ടിയെന്ന് ചിലർ പറയും, എൻ്റെ വണ്ടി കിട്ടി. അതുപോലെ നമ്മുടെ ഒരു വണ്ടി അത്രയേ ഉള്ളൂ. ഈ വണ്ടിയിൽ ഇതേ സമയത്ത് തന്നെ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, കോടാനുകോടി ആൾക്കാരുണ്ട്. ഇതാരതാ സത്യത്തിലത്? ഇനി ഇതിനെ പോഷിപ്പിച്ചു, വലുതാക്കി എന്ന് പറഞ്ഞു, കഷ്ടപ്പെട്ട് പോഷിപ്പിച്ചു. ഇതാർക്കുള്ളതാ? അഗ്നിക്ക് തീയിലിട്ടാൽ, അല്ല കുഴിച്ചിട്ടാലോ? കോടാനുകോടി പുഴുക്കൾക്ക്, ഏകകോശ ജീവികൾക്ക്, കൃമികൾക്ക് ഒക്കെ തിന്നാനുള്ള വസ്തുവാണിത്. അഗ്നിയാണെന്ന് വെച്ചാൽ അഗ്നിക്കുള്ള വസ്തുവാണ്.
അപ്പം ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എടാ നീ എത്ര കാലം പറയും ഇത് എൻ്റെതാണ് എന്ന് അവരും പറയും. അപ്പം ഏത് നിലയ്ക്ക് നോക്കിയാലും ദേഹം പരാർത്ഥം തന്നെയാണ്, ഒരു സംശയമില്ല. ഇത് അനേക കോടിയിൽ ഒരംശം ഉടമസ്ഥാവകാശം എനിക്കുമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത്രയ്ക്ക് കടന്ന് പറയാമോ? അല്ല, പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് ആചാര്യന് മാറ്റി പറയാൻ തയ്യാറല്ല. ദേഹപരാർത്ഥ, പരാർത്ഥമായിരിക്കുന്ന ദേഹം അമുഷ്യ പോഷണേ, ഇവൻ്റെ പോഷണത്തിൽ, ഈ ദേഹത്തെ പോഷിപ്പിക്കുന്നതിൽ തന്നെ. ഈ പറഞ്ഞതിനർത്ഥം ദേഹത്തെ ശ്രദ്ധിക്കേണ്ടെന്നോ കുളിക്കേണ്ടെന്നോ പല്ലേക്കണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൻ്റെ പോഷണത്തിൽ, ഇതെന്തിനു വേണ്ടിയാണ്? നമുക്ക് അവിടെ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല കേട്ടോ, അദ്ദേഹം പോയി. ആശ്രമത്തിൽ സ്ഥിരമായിട്ടുണ്ടാവുമായിരുന്നു. വളരെ വൃത്തിയും വെടിപ്പുമാണ് അദ്ദേഹം. എന്താ വൃത്തി! വസ്ത്രമൊക്കെ എപ്പോഴും വളരെ വൃത്തിയിലായിരിക്കും. എപ്പോഴും കയ്യിലൊരു തുണി ഉണ്ടാവും ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇരിക്കണം വെച്ചാൽ അതൊന്ന് കുടഞ്ഞ് അത് ഇട്ടിട്ടേ ഇരിക്കുള്ളൂ. വളരെ ഭക്ഷണമൊക്കെ അദ്ദേഹം കഴിക്കണ കാണേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന് കുടയ്ക്ക് പുറത്തു കൂടെ ഒരു കവറുണ്ട്, കുടയുടെ പുറത്ത് ഒരു കവറിട്ടുണ്ട്. ഒട്ടും മുഷിയാൻ പാടില്ല കുട. അതാണ്. ഒരു ദിവസം സാമാന്യം മഴയുള്ള ദിവസമാണ് അദ്ദേഹം കുളത്തൂർ അവിടെ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയത്. എന്നിട്ട് അദ്ദേഹം നനഞ്ഞു വരിക, കുട കയ്യിലുണ്ട്, ഇവിടെ തൂക്കിയിട്ടുണ്ട് ഇവിടെ. ഞാൻ ചോദിച്ചു, ചില സമയം കുട കയ്യിലുണ്ടല്ലോ. അല്ല, അതിപ്പോൾ നനയ്ക്കേണ്ട, കേട് വരുത്തണ്ടെന്ന് വിചാരിച്ചു. എത്ര ദൂരമല്ലേ ഉള്ളൂ, പക്ഷെ അധികം ദൂരം ഉണ്ടെങ്കിൽ ചൂടാമായിരുന്നു. ഇതിൽ പലരും കുളത്തൂർ ആശ്രമത്തിൽ വന്നവരാണ്, അദ്വൈതാശ്രമത്തിൽ വന്നവരാ ഭൂരിഭാഗം പേരും ഇവിടെ. ഒരുവിധം, പക്ഷേ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടാവും. അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങോട്ട് എന്തായാലും ഒരു 100 മീറ്റർ എന്തായാലും ഉണ്ട്. അത്രയും മഴ കൊണ്ടാണ് വരുന്നത് പാവം. കാര്യം നൂർത്തേണ്ടത്, കേട് വരണ്ട. ഇതെന്തിനാ കൊട? വാഹനം വാങ്ങി തുടച്ച് വൃത്തിയാക്കി വീട്ടിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പോകുമ്പോൾ വേറെ വണ്ടി വിളിച്ചു പോകും, ടാക്സി വിളിച്ചു പോകും. ഇത് കേട് വരണ്ട, പുതിയ വണ്ടിയല്ലേ. നീ എന്തിനാ വാങ്ങിയത്? അപ്പം ശരീരത്തെ പോഷിപ്പിക്കേണ്ടെന്നല്ല പറഞ്ഞത്, മറിച്ച് എന്തിനാണ് ശരീരത്തെ പോഷിപ്പിക്കുന്നത്? എൻ്റെ പുരുഷാർത്ഥ സിദ്ധിക്കാം. എൻ്റെ പുരുഷാർത്ഥ സിദ്ധിക്ക് വേണ്ടിയാണ് ശരീരം എന്ന് മറന്നുപോയി ശരീരത്തെ പോഷിപ്പിക്കുന്നവരാകുന്നു നമ്മൾ. നമ്മളൊരു ദിവസം ഒന്ന് കണക്കൂട്ടി നോക്കൂ. നമ്മൾ എനിക്ക് വേണ്ടി ദേഹത്തെ പരിപാലിക്കുന്നവരാണോ, അല്ല ദേഹത്തിന് വേണ്ടി ദേഹത്തെ പരിപാലിക്കുന്നവരാണോ? ഒരു ദിവസം നമ്മൾ ചിലവഴിക്കുന്ന സമയം ഒന്ന് നോക്കിയാൽ മതി. പുറത്താരോടും പറയണ്ട. രാവിലെ തൊട്ട് ഇന്ന് ഉണർന്നത് മുതൽ ഇതുവരെ ആലോചിച്ചാൽ മതി. എനിക്ക് വേണ്ടി ദേഹത്തെ പരിപാലിച്ചോ, അല്ല ദേഹത്തെ പരിപാലിക്കാനും പോഷിപ്പിക്കാനും. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ചെരിഞ്ഞ് ഫോട്ടോ എടുത്തു, സെൽഫി. ഇങ്ങനെ ചെരിഞ്ഞു 5-6 ഫോട്ടോ. ഞാൻ ചോദിച്ചു, അല്ല മോളെ, നീ തന്നെയല്ലേ ഇപ്പോൾ ഇതൊക്കെ എടുത്തത്? അത് പിന്നെന്താപ്പോ? അതൊരു സന്തോഷം, ഒരു സുഖം. ഇതിനങ്ങനെ പല പോസ് കാണുമ്പോൾ ഒരു സുഖം. അതാണ് ദേഹ താദാത്മ്യത്തിൽ നിന്ന് വരുന്ന ആ ഭാവന. അപ്പൊ അമുഷ്യ ദേഹസ്യ പോഷണേ യസ്സജ്ജതേ, ആരാണോ സജ്ജതേ സംഘമുള്ളവനാകുന്നത്, സ അവൻ, അനേന ഇതിനെക്കൊണ്ട്, സംഘം കൊണ്ട്, സ്വം ഹന്തി തന്നെ കൊല്ലുന്നു, ആത്മഹത്യ ചെയ്യുന്നു, ആത്മഹനനം ചെയ്യുന്നു, തന്നെ കൊല്ലുന്നു. ആര്? തന്നെ മറന്ന് ദേഹത്തെ മാത്രം പോഷിപ്പിക്കുന്നവൻ, തന്നെ മറന്ന് പരാർത്ഥമായ ദേഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ. തനിക്കിരിക്കാനും തനിക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണിത്. ആ നിലയ്ക്ക് ഇതിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. പല്ലേപ്പിക്കണം, കുളിപ്പിക്കണം, ഒക്കെ ചെയ്യണം. അല്ല, കുളിക്കുകയല്ലേ സ്വാമി, കുളിപ്പിക്കുകയല്ലേ? ഞാൻ കുളിപ്പിക്കുക, ഇതിനെ കുളിപ്പിക്കണം, പല്ല് തേക്കണം, എല്ലാം ചെയ്യണം, വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷേ അതിൽ നിന്ന് ഭിന്നമാണ്, തനിക്ക് വേണ്ടിയാണ് ഇതെന്ന് മറന്നുപോയിട്ട് ഇതിനു വേണ്ടി ഞാനായി പോവുക. ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരു ഉപാധി നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്, പക്ഷെ നമ്മൾ അറിയാണ്ട് ഞാൻ അതിനു വേണ്ടിയായി പോവുക. അവൻ തന്നെ കൊല്ലുന്നു എന്നാ പറയുന്നത്. നോക്കൂ, അനുക്ഷണം യത് പരിഹൃത്യ കൃത്യം അനാദ്യ വിദ്യാകൃതബന്ധമോക്ഷണം
ദേഹപരാർത്ഥോയമമുഷ്യപോഷണേ യസജതേ സ്വമനേന ഹന്തി സഹ അനേന സ്വം ഹന്തി. അവൻ ഈ സംഘം കൊണ്ട് തന്നെ തന്നെ കൊല്ലുന്നു. ഇവിടെ തന്നെ തന്നെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപനിഷത്തിലൊരു പ്രയോഗമുണ്ട്. ഏകേ ചാത്മഹനോജനാഹ, ആത്മഹനന്മാരായ ജനങ്ങൾ. അതായത് അസുര്യാനാമതേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോജനാഹ. ഇരുളടഞ്ഞ അന്ധകാരത്തിൻ്റെതായ ലോകങ്ങളെ ആത്മഹനന്മാർ പ്രാപിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ആത്മഹനന്മാർ? മറുപടി പറയും, അജ്ഞാനികളാണ്. അതെന്താ അജ്ഞാനികളെ ആത്മഹനന്മാരെന്ന് പറയുന്നത്? അപ്പോൾ അവർ പറയുന്നു, തന്നെ തിരസ്കരിച്ച് ഉള്ളതായ സദാ നിലകൊള്ളുന്ന തന്നെ തിരസ്കരിക്കുന്നത് കൊണ്ട്, വിദ്യമാനസ്യ ആത്മനഃ തിരസ്കരണാത് അവിദ്വാംസഃ ജനാഃ ആത്മഹനാഃ ഉച്യന്തെ എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. സദാ ഉള്ളതായ ആത്മാവിനെ നിരസിക്കുന്നു, നിഷേധിക്കുന്നു, അതുകൊണ്ട് ആത്മഹനന്മാരാണ്. ആദരിക്കേണ്ടതിനെ അംഗീകരിക്കേണ്ടതിനെ നിരസിച്ചാൽ അവർ ആത്മഹനന്മാരായി തീരും. ഇല്ലേ? ഇല്ല, അതിനെ കൊന്നോന്ന് പറയില്ലേ? ഒരു ആള് 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ്സിൽ, അന്ന് പ്രീ ഡിഗ്രിയാണ്, അന്ന് 11ാം ക്ലാസ് അല്ല, പ്രീ ഡിഗ്രിയാണ് അക്കാലത്ത്. ചേരാൻ വേണ്ടിയിട്ട് സെലക്ഷൻ കിട്ടി. കോളേജിൽ ഇൻ്റർവ്യൂവിന് പോകണം. അപ്പം അച്ഛനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ കാരണം? അച്ഛൻ ഈ മരം മരവുമായിട്ട് ബന്ധപ്പെട്ട പണിയാണ്. അതുകൊണ്ട് എപ്പോഴൊരു ഗന്ധമുണ്ടാകും. ഒരിക്കലും ദുർഗന്ധം എന്ന് പറയരുത്, ഗന്ധം എന്നേ പറയാൻ പാടുള്ളൂ. ഗന്ധം ഉണ്ടാവും. ഇവൻ്റെ ദൃഷ്ടിയിൽ അത് ദുർഗന്ധമാണ്. നോക്കണേ, അവൻ ജീവിക്കണത് ആ ദുർഗന്ധം അച്ഛൻ അനുഭവിക്കണോണ്ടാണ്. 2, ഒരു തോർത്തുമുണ്ടൊക്കെ ഉടുക്കുള്ളൂ, ഷർട്ടൊന്നും ഇടില്ല. അപ്പം അങ്ങനെയുള്ള അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുമോ കോളേജിലേക്ക്? എന്താ അഭിപ്രായം? ഇവനെന്ത് ചെയ്തു? തഞ്ചത്തിൽ ഒരാളെ തരപ്പെടുത്തി അച്ഛനായിട്ട്. അതെ, ഒരു ടിപ്പ് ടോപ്പായിട്ടുള്ള ഒരാളെ ഒരു ചില്ലാനൊക്കെ കൊടുത്ത്, വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട അക്കാലത്ത്, ചെറിയൊരു ചായയൊക്കെ വാങ്ങിക്കൊടുത്ത്, അയാൾക്കും വലിയ തൊഴിലൊന്നുമില്ല, അങ്ങനെ അച്ഛനായിട്ട് കൊണ്ടുപോയി കോളേജ്. അഡ്മിഷൻ കിട്ടി. ഇത് കഥയല്ല, ഉണ്ടായ സംഭവം. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വർത്തമാനമൊക്കെ അച്ഛൻ്റെ ചെവിയിലെത്തി. ആ മഹാൻ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, നിറഞ്ഞ കണ്ണുകളോടുകൂടി അയാൾ പറഞ്ഞു, അവൻ എന്നെ കൊന്നു. അതേ ഉപനിഷത്തൊന്നും പഠിച്ചിട്ടില്ല, ഒരു ഉപനിഷത്തും പഠിച്ചിട്ടില്ല. ഒറ്റ വാക്കേ ഉള്ളൂ. മകനോടൊന്നും എതിർത്ത് പറഞ്ഞില്ല, മകനെ ഒന്നും ചെയ്തില്ല, അവൻ എന്നെ കൊന്നു, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഉള്ളതായ നിന്നെ തിരസ്കരിക്കുമ്പോൾ ഹിംസിച്ചതിന് തുല്യമാണ്. അപ്പോൾ കേവലം ശരീരപോഷണത്തിനായിക്കൊണ്ട് തന്നെ മറക്കുന്നവർ തന്നെ കൊല്ലുന്നവരാണ്. ഇതാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മിച്ച് ജീവിക്കുക. കുറേ സ്വാർത്ഥത വേണം മനുഷ്യന്മാരായാലും. മനുഷ്യന്മാർക്ക് ഏറ്റവും വേണ്ടത് സ്വാർത്ഥതയാണ്. സ്വാർത്ഥത ഉണ്ടാവുക, അതാണ് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. തൽക്കാലം ഉപസംഹരിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം